കൃത്യാന്വേഷണത്തിന്റെ പാതയിൽ രണ്ടുപേരും ഒരേ അഭിപ്രായത്തിലൊക്കെ വരികയും അവര് ഒന്നിച്ച് നിന്നിട്ട് കേസ് തെളിയിക്കുന്ന അവസരങ്ങളൊക്കെ വന്നു ചേരുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ ചെറിയൊരു അടുപ്പൊക്കെ ഉണ്ടായി വരുന്നാലും കൊണ്ടെത്തിച്ചിട്ടുണ്ട്, പിന്നെ മുന്നോട്ട് പോയിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല കുറച്ച് കാര്യങ്ങൾ വേറെ. പക്ഷേ ഇതിന്റെ ഒരു പരിണാമം, ഈ പുസ്തകത്തിന്റെ ഒരു അവസാന പരിണാമം പ്രതി രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞില്ല. എല്ലാ തെളിവുകളും യാദൃശ്ചികമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് സബ് ഇൻസ്പെക്ടർ പോലീസ് ഡിപ്പാർട്ട്മെന്റിനേക്കാളും ഈ പെൺകുട്ടിക്കാണ് ശരിക്കും അതിന്റെ തെളിവുകളൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നത്. അവർക്ക് ലിമിറ്റേഷൻ ഇവിടെ ഡയറക്റ്റായിട്ട് ചെന്നിട്ട് അവർക്ക് പരിമിതികളിൽ നിന്നപ്പുറം തന്നെ അവർക്ക് കുറെ കാര്യങ്ങൾ അവളങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ. പോലീസ് പട്ടണമൊക്കെ വരുന്ന സമയത്താണ് ആളുകൾ കൂടുതലും ശ്രദ്ധിക്കുന്നത്. അവൾക്ക് അതിന്റെ അങ്ങനെ ഒരു ആനുകൂല്യം ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും കയറി ഇറങ്ങേണ്ട ജോലി ഉപേക്ഷിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവൾ സ്വയം ഇറങ്ങിയിരിക്കുന്നത്. അവര് അക്കമ്മ അല്ലെ, അക്കമ്മ മാഡം ഉണ്ടായിരുന്നു, അടുത്ത വീട്ടിൽ താമസിച്ച പ്രായ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിയാണ് അവസാനം നിർണായകമായ തെളിവുകളൊക്കെ എസ്തറിന് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു പ്രായം ചെന്ന ഒരു സ്ത്രീയുടെ ചെറുപ്പമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷെ അവർ പറഞ്ഞ സത്യമാണെന്നുള്ളത് അത് തെളിഞ്ഞ് ക്ലിയറായിട്ട് ഇവർക്ക് മനസ്സിലായി. ചെന്ന് അവരെ കണ്ട് കെട്ടിപ്പിടിക്കുകയും അമ്മ പറഞ്ഞത് ശരിയാണെന്ന് പറയുക ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു തെളിവ് വെച്ചിട്ടാണ് ലാസ്റ്റ് ഇവള് അത് കൺഫേം ആവുന്നത്. ഇവിടെ സന്തോഷത്തോടെ തന്നെ സബ് ഇൻസ്പെക്ടറെ വിളിച്ചിട്ടത് എക്സ് കോമേഴ്സിനെ വിളിച്ചിട്ട് ഞാൻ ആ സന്തോഷ വാർത്ത പറയാൻ വേണ്ടി കോഫി ഹൗസിൽ പോകുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. ആ സമയത്ത് പക്ഷേ അവർക്ക് പറയാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും ഇതിൻ്റെ പിന്നിലുള്ള ഇതൊക്കെ ചെയ്ത ആളുകൾ അവരെ ആ ഒരു ക്രിമിനലുമായിട്ടുള്ള ആളുകൾ ഇവിടെ ഫോളോ ചെയ്യുന്നൊന്നും ഇവിടെ അറിയുന്നില്ല. അത് പറയുന്നതിന് മുമ്പ് തന്നെ അവളെ വകവരുത്താനാണ് അവർ ശ്രമിച്ചത്. അതുകൊണ്ട് ആ തൂക്കിലേറ്റുന്ന ആ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഈ ന്യൂസും ഈ നിർണായകമായ ഈ സത്യം പറയാൻ അവർക്ക് കഴിയില്ല. അതാണ് അതിൻ്റെ മറ്റൊരു ട്വിസ്റ്റ്. പ്രതിയെ രക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പക്ഷേ പ്രതി കുറ്റവാളിയില്ല എന്നുള്ള തെളിവുകളെല്ലാം ജേർണലിസ്റ്റ് എസ്തറിന്റെ കയ്യിലുണ്ടെങ്കിലും പ്രതിയായി പിടിക്കപ്പെട്ട തൂക്കിലേറ്റപ്പെടുന്ന ഒരവസ്ഥയിൽ ഇതൊക്കെ ആരാച്ചാര് സോമൻ എന്നുള്ള പേര് അദ്ദേഹത്തിന്റെ ആ ഒരു മനോവിമർശനങ്ങളൊക്കെ ഒരുപാട് വളരെ ഹൃദയസ്പർശിയായിട്ട് തന്നെ ധരിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളൊക്കെ ആ ഒരു വല്ലാതൊരു കൂടുതൽ പറ്റുന്ന ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു മാനസിക വികാരങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് അതെനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു ഭാഗമാണ്. ഈ നോവില് തൂക്കിലേറ്റപ്പെടുന്ന ആ വ്യക്തിയുടേതും പിന്നെ ആ തൂക്കിലേറ്റുന്ന ആരാച്ചാരുടെ ഒരു മനോഭാവം. അദ്ദേഹമാണെങ്കിൽ ഒന്നെങ്കിലും എനിക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര നിമിഷമായിരുന്നു. വെറുതെ ശമ്പളം വാങ്ങി ജോലി ചെയ്യാണ്. അപ്പോൾ എൻ്റെ ജോലി എന്താണ്, ഒരാളെ തൂക്കിലേറ്റാന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഒരാളെ കിട്ടുകയാണെങ്കിൽ അത്രയും സന്തോഷം. കാരണം അദ്ദേഹത്തിന് ജോലി അങ്ങനെയാണ്. അപ്പൊ ആ ഒരു മനോവ്യാപാരങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ഹൃദയസ്പർശിയായിട്ടൊക്കെ അതിൽ വരുന്നുണ്ട്. സത്യം അപ്പോഴും സ്വർണ്ണപാത്രം കൊണ്ട് മൂടിയിരിക്കുന്നതുമായി പ്രതി തൂക്കിലേറ്റപ്പെടും. സത്യം പിടിവാക്കാതെ നോവലിന്റെ അവസാനത്തിൽ സമർപ്പണത്തിൽ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്, തിരസ്കരണം